രാജേന്ദ്രോ ആ നിക്കണ അവിടെ നിക്കണ സജേഷി നിക്കണ അവിടെ നീ ആട്ടും തോലിട്ട ചെന്നായാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ. എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്. നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞേ? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണിന്റെ പുറത്ത് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. അങ്ങനെ സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം. ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി. ആളുകളാ, എടാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക് എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവാ. അപ്പൊ നീ എന്ത് ചെയ്യും? അത് കെട്ടുമ്പോഴല്ലേ? കെട്ടും, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ? എടാ നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാടാ കെട്ട് പൊട്ടിക്കുന്നത്? അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പരനുമാണെന്ന്. നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ? അതിന് ഞാനല്ലല്ലോ പറയുന്നത്, ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും. നീ അനാവശ്യം കാണിക്കുക. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താ നിന്റെ ലക്ഷ്യം? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. നിന്റെ കാമയല്ലേ, നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. അത് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ? നീ കാമുകനല്ലടാ, അനുസരിക്കും. ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ? അത് അല്ല, എനിക്ക് അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ. അതെ. എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും? നീ എങ്ങനെ കെട്ടിച്ചേരും? നീ എന്താ അമ്മാവനാ? അതിവിടെ പ്രതിഫലം പറ. എടാ, ഒരു സുഹൃത്തിന്റെ. അത് കള. ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീട് മാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ? ഉറപ്പാ. എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ. വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? ഓക്കെ. ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുതമ്മേ, പെട്ടെന്ന് പിഞ്ചി പോ. ഞാൻ വിരിക്കാം. സഹായിക്കണ്ട. വല്ല മീനോ മലക്കറിയോ വല്ല വാങ്ങിക്കാനുണ്ടമ്മേ, ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്. പണിക്കൊരു ഉപദ്രവിക്കാതിരുന്നാ മതി. അമ്മ ഇങ്ങനെ പറയരുത്, ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു സത്യം പറയട്ടെ. ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്, അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവം എനിക്കില്ല. അമ്മ നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായമ്മേ? നിനക്കെന്താടാ അതിപ്പോ അറിയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല.
നല്ല തങ്കം തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അമ്മേ. ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക? അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേൽപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാം തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. ആ അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട. ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം. വേണ്ട, ആ അതൊന്നും നടക്കില്ല. എന്താ കുട്ടിക്ക് ഈ ലവിന്റെ ഏർപ്പാട് വല്ലോ? പണിക്കർ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം. പണിക്കരൻ അമ്മ ഒന്നും പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വലുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴിയിൽ. അത് മനസ്സിലായിക്കോളൂ. ചെറുക്കം വരും, മീരെ കാണും, മീരെ കെട്ടും. പണിക്കരെ, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട.